അടിപൊളി. ഷാപ്പൊക്കെ വെക്കുവാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലം തന്നെ ഇഷ്ടപ്പെടും. എനിക്ക് കക്കർച്ചി മാത്രമായിട്ട് വെക്കൊണ്ട് പോകും. അതെ, ആ മീൻകറി ഇതാ ഇങ്ങനെ പിടക്കിയ ചട്ടിച്ചോറ്. ചട്ടിച്ചോറിനൊരു സ്റ്റൈലുണ്ടാണല്ലേ. ഫ്രൂട്ട്സും കൂടെ ആവാന്ന് കരുതി. അപ്പോ കറക്റ്റ് ഉച്ച സമയമാണ്. പണ്ട് ഞാൻ അന്നും പറഞ്ഞു ഉച്ച സമയമാണ്. ഇപ്പൊ ഷാപ്പിൽ എത്തുമ്പോൾ ഡിമാൻഡ് കള്ളിനല്ല, ഭക്ഷണത്തിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അവരുടെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും വരും. അപ്പൊ നട്ടുച്ച സമയം ഇപ്പൊ ഏകദേശം സമയം 1 മണിയാണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാപ്പില് നല്ല തിരക്കായിരിക്കും എന്നാണ് പ്രതീക്ഷ. പിന്നെ ആകെ കൂടെ ഉള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്നൊരു ഇട ദിവസമാണ്. ഇന്ന് നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്കധികം വരുത്തില്ല എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ മുമ്പോട്ട് വണ്ടി പോകുന്നില്ലേ? റൈറ്റ് ആണല്ലോ. ഓക്കെ ഗൈസ്, ഇതിന്റെയൊക്കെ മുഖച്ഛായ തന്നെ മാറിപ്പോയി. ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഇവിടെ വന്ന സമയത്തൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഷാപ്പിലേക്കുള്ള വഴി. അടിപൊളി. ഷാപ്പൊക്കെ വെക്കുവാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്ത് തന്നെ വേണം വെക്കാൻ. ഓക്കെ ഗൈസ്, അപ്പൊ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഷാപ്പ്. അധികം തിരക്കൊന്നും ഇല്ല, വണ്ടിയെ കുറവാ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഒരിക്കൽ കൂടെ ആലപ്പുഴയിലെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷാപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ജോണി ഷാപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മിനി കൽപ്പകവാടി. ഒരുപാട് സെലിബ്രിറ്റീസ് വരെ വന്നിട്ടുള്ള ഒരു ഷാപ്പാണ് ആലപ്പുഴയിൽ. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ കള്ളിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഫുഡിനാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ഉള്ളത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ്. അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ വന്ന ചേട്ടനാണ്. ഉണ്ട് ഫ്രൂട്ട് ഷേക്ക് ഉണ്ട്, ഫ്രൂട്ട് ഷേക്ക്, ഐസ്ക്രീം മിൽക്ക്, ഫ്രഷ് ജ്യൂസ്, എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. കള്ളിന് കള്ള്, ഫുഡിന് ഫുഡ്, ഷേക്ക്, ജ്യൂസ്. കുടിക്കാനല്ല വന്നേക്കുന്നത് ആക്ച്വലി. ഇന്ന് ഒരു ഊണ് കഴിക്കാൻ വേണ്ടി വന്നത്. ഊണ് മാത്രം, കള്ള് വേണ്ട. അപ്പൊ 2 മീൽസ് ഒക്കെ എങ്ങനെ? ഫിഷ് കറി മീൽസ് എങ്ങനെ? 2 ഫിഷ് കറി മീൽസ് എടുത്തല്ലോ. 2 ഫിഷ് കറി മീൽസ് എടുത്തോ. പിന്നെ കപ്പ അതിന്റെ കൂടെ ഉണ്ടാവുമോ അതോ അഡീഷണൽ വേണം? ഒരു സെപ്പറേറ്റ് ഒരു കപ്പയും കൂടെ വേണം. പിന്നെന്താ വേണ്ടേ? ഏത് ഫിഷ് അടിക്കാറിയാണ്? അങ്ങനെയാണെങ്കിൽ ഒരു ഫിഷ് കറി കൂടെ മേടിക്കാം അല്ലേ? അതോ ഫിഷ് കറി ഉണ്ട്, വാളക്കറി ഉണ്ട്, വരാലിയൂർ ഉണ്ട്, ഉണ്ട്. ഏത് വേണം? അല്ല, കപ്പ മേടിക്കണം, അതിന്റെ കൂടെ എന്തെങ്കിലും മീൻ കറി വേണ്ടേ? അല്ലെ കപ്പയും കക്കാർച്ചി എടുത്താലോ? എന്തുണ്ട് ഇറങ്ങാൻ ഊണ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ കള്ളു കുടിക്കുന്നില്ല. അപ്പൊ എന്തായാലും 2 ഫിഷ് കറി, ഒരു കപ്പയും, ഒരു കക്കാർച്ചി. കക്കാർച്ചി വേണം കഴിക്കേണ്ട ഇറങ്ങി. ഫിഷ് കറി വേണ്ടല്ലോ, നമുക്ക് ഇതല്ലേ പറഞ്ഞത്? കക്കാർച്ചിയല്ലോ. കക്ക മതി, വേറെ ഫിഷ് കറി വേണ്ട. ഇറക്കറി വേണം. കുടിക്കാൻ വെള്ളം നമ്മള് കള്ള് കുടിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഇവിടുന്ന് കള്ള് തൊടുന്നില്ലെന്നല്ല, കുടിക്കുന്നുമില്ല. നമ്മൾ ഇന്ന് സാധാരണക്കാരെ പോലെ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഷാപ്പിൽ ഇതൊരു ഊണ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനും ഡ്രങ്കിനും ഞാനും വാട്ടർ വൈനും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നാലും ഇന്നത്തായാലും തനി നാടൻ സ്റ്റൈലുള്ള 2 ഊണ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാം. ഇത് എന്ത് ഫിഷാട്ടെ? ഇത് നമ്മുടെ കായലിലെ അത് ശരി. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സാധാരണ ഊണാണ് നമ്മൾ മേടിച്ചത്. ഫിഷ് കറി മീൽസ് നേരത്തെ നിങ്ങൾ പറഞ്ഞു കേട്ടു. അതെ, മീൻചാറ്, ഇത് ഡക്കിന്റെ ഗ്രേവി, സാമ്പാർ, ഇത് മോര്, ഇത് കക്കാർച്ചി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഉച്ച യൂണിന്റെ പ്രവർത്തനം. എങ്ങനെയാ പരിപാടി തുടങ്ങാറില്ലേ? പപ്പടം വെച്ച് തന്നെ തുടങ്ങിയത്. അതെ, മോര്, വരാലിന്റെ ഗ്രേവി ഉണ്ട്. പരിപ്പെടുത്തിട്ട് പോകാം. അതെ, ഒന്നേം തുടങ്ങാം. പപ്പടം, പരിപ്പും
നമുക്ക് ഇച്ചിരി പപ്പടം പരിപ്പും കൂടെ വെച്ച് റെഡി അടിച്ച് പോകാം. ബീൻസാണ് പച്ചക്കറി ഞാനുമായിട്ട് അത്ര ബന്ധമില്ല. അതുപോലെ എങ്ങനെയുണ്ട്? ആ ചോദ്യം അപ്രസക്തമാണ്, എങ്കിലും ചമ്മന്തി കാണുന്നതിനൊരു കൊതി വരുന്നുണ്ട്. വീട്ടിലൊക്കെ കൊണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നത് ചമ്മന്തി. അതെ, ഇരുണ്ടല്ലേ? പച്ചമുരകത്തോട്ട് അറിയാമോട്ട് ഷേക്ക് ചെയ്തിട്ട് കായൽമീനാണല്ലോ. അതാണ് വള്ളത്തില്ലേ? ഓ, മീൻകറി ഒന്ന് നേരണ്ട നോക്കുക. അയ്യോ, വെള്ളത്തിൽ മേലോട്ട് ഇങ്ങനെ വെച്ച് കറിക്ക് പിന്നെ എരിവാണല്ലോ. എരിവുണ്ട്, പിന്നെ വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റാപ്പിലെ കറി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡക്കിന്റെ മപ്പാസാണ്. അതിന്റെ ഗ്രേവിയാണ് ആക്ച്വലി. എന്തായാലും മീൻ വരാലിന്റെ ഗ്രേവി വെച്ച് തന്നെ ഉണങ്ങിക്കാം. ഇന്ന് ഞാൻ എരിഞ്ഞ് മുടിയും. എന്തായാലും തുടങ്ങാൻ പോകുന്നത് മീൻ കറിയിൽ നിന്ന് തുടങ്ങി. എനിക്ക് മീൻ കറിയാണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. അപ്പം ഇത്രയും ചോറൊന്നും ഞാൻ കഴിക്കത്തില്ല. എന്തിലാലും ആ മീൻ കറി ഇങ്ങതാ ഇപ്പോ ഇങ്ങനെ പിടക്കിയ അമിതമായിട്ട് ഒഴിക്കണ്ട. ഇനി എരിവ് കൂടുതലാണെങ്കിൽ പിന്നെ എല്ലാം ആപത്താണ്. പിന്നെ ഈ പപ്പടം എന്താ ഇങ്ങനെ പൊടിച്ച് പൊടിയായിട്ട് ഇതാ ഇങ്ങനെ ഇടുക, കുഴയ്ക്കുക. ഇങ്ങനെ വെറുതെ ഇടാൻ പാടില്ല. എന്നിട്ട് ഇത്തിരി ചമ്മന്തി ഇങ്ങനെ പടച്ചെടുക്കുക. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ആയത്. ഒന്ന് ഓഫ്കോഴ്സ് എരിവ്, ഇപ്പൊ തന്നെ വായിലൊക്കെ ആ ഊത്തൽ വരമായി. പിന്നെ ഈ ചമ്മന്തി ഒരു ദയാദാക്ഷിണ്യവും ഇല്ല, ഒരേ പുളി. ചേട്ടാ ചമ്മന്തി ഒരു രക്ഷയില്ല ചേട്ടാ, കിട്ടുക്ക സാധനം. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. എരിവും നല്ല ബാലൻസ് ആയിട്ടുള്ള, പക്ഷെ എനിക്ക് എരിവ് പാടില്ല. എനിക്ക് പെട്ടെന്ന് എരിയും. താങ്കൾക്ക് എരിവൊന്നും ബാധകമല്ല. പിന്നെ എരിവിന്റെ ഏറ്റവും എരിവ് വേണം, പിന്നെ അത് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നു. അതെ, പക്ഷെ എരിവ് എരിഞ്ഞാലും ഞാൻ കഴിക്കും. എനിക്ക് ഇതിനൊന്നും വിടാൻ പറ്റത്തില്ല. ഇങ്ങനെ പിന്നെ ഈ അച്ചാറുണ്ടല്ല, ഇങ്ങനൊക്കെ വേണം കഴിക്കാൻ. നമുക്കിനി ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത സാധനത്തിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ മീൻകറി, വരാലിന്റെ ഗ്രേവിയാണ്. ഇനി നമ്മുടെ കായൽ മീൻകറിയാണ്. കായൽ മീൻ ഒന്ന് ട്രൈ ചെയ്തോണ്ട്. ഞാൻ അങ്ങനെ കായൽ മീനൊന്നും കഴിക്കാറില്ല. എരിവ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും, നമുക്കറിയാം. എന്തായാലും ഒന്ന് പ്രശ്നമാണ്. ആ സമയത്ത് നമുക്ക് വരാലിന്റെ ഗ്രേവി കിട്ടും. യെസ്, രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ കിട്ടില്ല. എനിക്ക് അതൊന്നും പറഞ്ഞു തരാൻ അത്രയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ ആ ഫിഷ് ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം.
കായൽ മീനിന്റെ ആ ഒരു രുചി നമുക്ക് അറിയാൻ പറ്റും. അത് കായൽ മീൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മുടെ കടലിലെ മീനുമായിട്ട് കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. സംഭവം കൊള്ളാല്ലേ? അച്ചാറും അതെ, ചമ്മന്തിയും അതെ, അത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ. കക്കാർച്ചിലോട്ടൊന്നും നമ്മൾ കടന്നിട്ടില്ല ആക്ച്വലി. അത് ഞാൻ കഴിച്ചു, അത് ഫസ്റ്റ് റൗണ്ട് തന്നെ കഴിച്ചു. സത്യം പറഞ്ഞത് ഞാൻ കഴിക്കാത്ത ഐറ്റംസ് ആണ്. ഇവിടെ വന്നപ്പോ അത് കണ്ടപ്പോൾ ഒരു കൊതി കൊണ്ടാണ് കഴിക്കുന്നത് ആക്ച്വലി. നിനക്കെന്താ ഇഷ്ടപ്പെട്ടു? എനിക്ക് കാലില മീൻകറി, പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പരിപ്പ് ഞാനിങ്ങനെ കൂട്ടാറില്ല. പക്ഷെ ചമ്മന്തി, തൈ, മെഴുക്കുരട്ടി, ചാറ്, ഇപ്പൊ കഴിച്ച് 2 കറി, ഇത്രയും ഞാൻ ഓക്കെയാണ്. കക്കർച്ച കൂടെ ഓക്കെ ആക്കാം. നമുക്കൊരു കട്ടെടുക്കും. കണ്ടിട്ട് തന്നെ ഒരു അടിപൊളി അല്ലടോ? അല്ല, നല്ല ഫ്രൈ. അതെ, തിന്നാണ്, വളരെ ടൈനി ഇതാണ്, ക്ലാംസ് ആണ്. മണം മോനെ ഒരു രക്ഷയില്ല. എന്തായാലും കക്കർച്ചി വടക്കാം. പൊടിയാണല്ലേ, പൊടി. ചെറിയ കക്കർച്ചി അല്ലെങ്കിലും ബെസ്റ്റ്, അതാണ് ഏറ്റവും ടേസ്റ്റ്. കക്കർച്ചി മാത്രമായിട്ട് ഒരു റൗണ്ട് പോകാം. അതെ, ആ മസാലയും സവോളയും എല്ലാം കൂടെ ഒരു പട പഠിച്ച മോനെ. എങ്ങനെയാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കക്കർച്ചി അല്ലെങ്കിലും ചോറിനേക്കാളും നല്ലത് ഇതേ കണക്ക് ഫ്രൈ ആക്കി. സത്യമാണ്, പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇത് പുകഴ്ത്തി പറയുക കാര്യങ്ങളൊന്നും അല്ല. നല്ല കറി ഉണ്ടാവണമെങ്കിൽ അതിന്റെ പുറകിൽ നല്ല വ്യക്തികൾ ഉണ്ടാവണം, കഴിവുള്ള കുക്കുകൾ ഉണ്ടാവും. അവരുടെ ആ ഒരു ആത്മാർത്ഥത, അവരുടെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെ മറ്റുള്ളവർ അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് സംതൃപ്തി ഉണ്ടാവണം എന്നൊരു തോന്നലോടെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രമേ അതിനൊരു കംപ്ലീറ്റ് ആവത്തുള്ളൂ, അതിനൊരു രുചി വരത്തുള്ളൂ. അല്ലാതെ കാശിന് വേണ്ടിയിട്ട് ജോലിക്കാരനെ പോലെ ചുമ്മാ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുണ്ടാകുമ്പോൾ ആ ഭക്ഷണത്തിനൊരു ഊർജ്ജമില്ല, ഒരു കംപ്ലീറ്റ് ആവത്തില്ല. പക്ഷെ ഇവിടെ എനിക്കത് ഫീൽ ആവുന്നുണ്ട്. ഓരോ ചെറിയ ചെറിയ കറികൾക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചമ്മന്തി ആണെങ്കിലും ഈ മെഴുക്ക് പുരട്ടി ആണെങ്കിലും ഇത് ഞാൻ കഴിച്ചില്ല, ഇനി ഞാൻ കഴിക്കാറുമില്ല. പക്ഷെ എന്നാലും ഓരോ ചെറിയ ചെറിയ കറികൾക്കും അതിൻ്റെതായ വ്യത്യാസവും അതിൻ്റെതായ ക്വാളിറ്റിയും ഉണ്ട്. അതിന്റെ പുറകെയുള്ള ആ ഭക്ഷണം ഉണ്ടാക്കിയ വ്യക്തികളുടെ ആത്മാർത്ഥതയും സ്നേഹവുമാണ് അത് കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് ആകെ കൂടെ ഉള്ളതാ താറാവല്ലേ, അത് ലാസ്റ്റ് ഒന്ന് കൂടിയാ. കക്കർച്ചി ഫ്രൈ കൊടുക്കും. ഞാൻ ട്രൈ ചെയ്യും. സത്യം പറഞ്ഞാല് ഇന്ന് ഷാപ്പിലെ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ധാരണ രാവിലെ ഉള്ളതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ലാക്കില്ല. മനഃപൂർവ്വം കഴിക്കാൻ ഞാൻ, കാരണം വയറ്റിൽ എന്തെങ്കിലും കിടന്നാലോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടേക്ക് വന്നെങ്കിലും ഇതിന്റെ ഒരു പരിപൂർവ്വമായിട്ടുള്ള ഫീല് കിട്ടത്തില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കി, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പൊ അതാണ് ഞാനൊന്നും കഴിച്ചില്ല ആക്ച്വലി. ഇവിടുത്തെ ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇന്ന് ചായ മാത്രമേ കുടിച്ചുള്ളൂ. ചമ്മന്തിയോ ഞാൻ നിന്നും കൂടി ചമ്മന്തി ചോദിക്കും കേട്ടോ, തരുമെന്ന് അറിയത്തില്ല, ഞാൻ ചോദിക്കുന്നു തരും. ഇത് അവിടെ ഇരിക്കട്ടെ, ചുമ്മാ ഒന്ന് കൊതിപ്പിച്ചതാ വെള്ളം അടിച്ച്. കക്കർച്ചി തൈരും കൂടെ നല്ല സെറ്റിൽമെന്റ്. അതെ, പിന്നെ ഫ്രൈ ആണെങ്കിൽ കണ്ടല്ലോ ഇപ്പൊ ഫുള്ള് അതിന്റെ മസാല മൊത്തം ചോറിലും ആയിട്ടുണ്ട്, ആ ഒഴിച്ചത് അയലിലും ആയിട്ടുണ്ട്. ഇത് വേറൊരു ഫീൽ. വീട്ടിൽ മിക്കവാറും ഇങ്ങനെ അടിക്കാറുണ്ട്. അത് ശരി. ചോറ് എപ്പോഴും ഇതുപോലെ ഇരിക്കുവാണ്.
ആർക്കും ഒന്നും തോന്നരുത്. ഇപ്പം ശരിയാക്കി തരാം. ഞാൻ എരിഞ്ഞ് മരിക്കാൻ പോയത്. എരിവിനോട് ഒരു സന്ധിയുമില്ല. എവിടെ വാടാ മോനെ. ഞാൻ ഉറപ്പാ ഇനിയും ചമ്മന്തി മേടിക്കും. അവർ തന്നിട്ട് കാശ് കൊടുത്താലും മേടിക്കും. അതിന്റെ വീസിന് അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മറ്റു ചോറും കൂടെ എടുത്ത് വെച്ചിട്ട് ഇനി ആ ചോറിനകത്ത് നമുക്കിവിടെ ചക്കിനിടാം. അതിലോട്ട് വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കയറുന്ന കുരുമുളകാണ്. കുരുമുളക് നല്ല താറാവിന്റെ ഹൈലൈറ്റ് തന്നെ അതല്ലേ? അതെ, കുരുമുളകി പിടപ്പിച്ചെടുക്കും. ആ കുരുമുളകിന്റെ ഫ്ലേവർ നന്നായിട്ട് വരും. എന്റെ പ്ലേറ്റില് അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് തട്ടിലേക്ക് കിടക്കാൻ കാര്യമില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ചേട്ടാ ഇത്തിരി ചോറോട് തരാമോ? വാട്ടർമാൻ അടുത്ത റൗണ്ട് ചോറ് മേടിക്കും. ഞാൻ ഫസ്റ്റ് റൗണ്ട് ചോറ് തുടങ്ങിയിട്ടില്ല. ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മുടെ അപേക്ഷ മാനിച്ച് നമ്മുടെ ചേട്ടൻ, നമ്മുടെ സ്വന്തം ചേട്ടനാണ് ഇഷ്ടംപോലെ ചമ്മന്തി വരുത്തുന്നുണ്ട്. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലേട്ടാ. പുള്ളി ഇന്ന് ഓഫാണ്. ചമ്മന്തി വന്നിട്ടുണ്ടല്ലോ. അതെ, ചമ്മന്തി വന്ന സ്ഥിതിക്ക് ചമ്മന്തി അങ്ങ് ലാവിഷായിട്ട് പടയ്ക്കാൻ പോകും. ഇത്തിരി പച്ചച്ചോറായിട്ട് വെച്ച് നോക്കാം. സത്യം പറഞ്ഞ് ചോദിക്കാൻ ഈ ചമ്മന്തി മതി. എന്തായാലും തൽക്കാലം ഒന്ന് ബാലൻസ് വയ്ക്കാം. ഞാൻ എന്തായാലും അഡീഷണൽ ചോറൊന്നും മേടിക്കുന്നില്ല. ഇനി ഇതും കൂടെ നമ്മുടെ മുളക് കറിക്കത്തിട്ട് അതിന്റെ ഫ്ലേവർ അങ്ങ് കളയണില്ല. ഇത്രയും നമ്മുടെ ഡക്ക് മപ്പാസും കിട്ടും നോക്കാം. നമ്മുടെ വാട്ടർമാൻ പറഞ്ഞത് പരിപൂർണമായിട്ടും ശരിയാണ്. വായിലോട്ട് വെക്കുമ്പോൾ തന്നെയുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പെപ്പർ, കുരുമുളക്. പക്ഷെ ഇതൊരു കാണുമ്പോൾ ലിക്വിഡ് ഫോമിലായിട്ട് ഇരിക്കുമെങ്കിലും സംഭവം നല്ല കൺസിസ്റ്റൻസിയാണ്, തിക്കാണ്. നമുക്ക് വെള്ളമായിട്ട് ഫീൽ ചെയ്തില്ല. അതിന്റെ ആ ഒരു എന്താ പറയാ, കൊഴുത്ത ആ ഒരു ഫ്ലേവർ ആണ് വരുന്നത്, കൺസിസ്റ്റൻസിയാണ്, ടെക്സ്ചർ ആണ് വരുന്നത്. നമുക്കത് ചെറിയൊരു മധുരമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. സംഗതി എന്തായാലും എരിവും എല്ലാം കൂടെ എന്റെ തലയെ എല്ലാം ഒന്ന് പോയി വേണ്ട. കുരുമുളകും കൂടെ വന്നതുകൊണ്ട് തന്നെ അടുത്ത നേരത്തൊന്നും എനിക്ക് ആശ്വാസം കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഇതൊരുമാതിരി നമ്മൾ ജോഡോ തിരിച്ച് ചലഞ്ച് ചെയ്തവരുണ്ട്. എന്താണ് ഇടക്ക് ഒരു വലി? ഇടക്കൊരു വലി എന്താ? എന്തിനെ നേരിടും? ഇതിന്റെ അപ്പുറം ചാടി കിടന്നതാണ് ഈ മദ്യപാനി. അപ്പൊ കക്കാർച്ച ഇങ്ങോട്ട് പഠിച്ചാൽ കിട്ടോ? എത്ര ഫ്രൂട്ട്സ് കൂടെ കിടക്കണേ, വെജിറ്റബിൾസ് മതി മതി.
കുറച്ച് ഡക്കറ് ഒഴി. വേണ്ട വേണ്ട, അക്ക മതിയേ. മീൻ കറി ഒന്നും വേണ്ട, ഇതിനകത്ത് ആവശ്യത്തിന് അത് എരിവ് മാത്രമേ ഉള്ളൂ. രണ്ട് രാജ്യത്തെ എരിവുകളാണ്. ചമ്മന്തി എടുത്ത് ചമ്മന്തിയൊക്കെ കഴിക്കണം ആഗ്രഹമാണ്, പക്ഷെ എരിഞ്ഞിട്ടേ. ഓക്കെ, എന്തായാലും വാട്ടർ ഞാൻ പറഞ്ഞല്ലേ, ഒരു ചമ്മന്തി ഇങ്ങനെ ഇരിക്കട്ടെ. താങ്കളുടെ ചമ്മന്തി അവിടെ മല പോലെ ഇരിക്കുകയാണല്ലോ. ചമ്മന്തി വലിയ എരിവില്ലേ? ചമ്മന്തി എരിവില്ല, ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ഡക്കാണ് ഇടാൻ പോണ? ഞാൻ എല്ലാം ഇടുന്നു. ഡക്കുണ്ട്, ഇതുണ്ട്, എല്ലാം കൂടെ കോക്ടെയിൽ അടിക്കാം നമുക്ക്. താറാവുണ്ട്, നമ്മുടെ അക്കരച്ചുണ്ട്, മൊത്തത്തിലുള്ള കട. ഒളിച്ചേ ഒന്നിനെയും വിടാൻ, ആരെയും വിടാൻ പാടില്ല, എല്ലാത്തിനെയും തീർത്തളക്കണം. അതങ്ങോട്ട് ഒഴിച്ചേക്കണേ മൊത്തത്തിൽ. എന്നിട്ട് അന്തസ്സായിട്ട് എരിഞ്ഞ് നടക്കുക എന്നെ പോലെ. വിഷയമുള്ള കാര്യമല്ലല്ലോ. അത് മൊത്തം കൊടുക്കണം. എല്ലാം കൂടെ എനിക്ക് വേണ്ട, എല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിക്കാം. അതെങ്ങനെ ഭാഗ്യമായിട്ട് കഴിക്കുന്നല്ലോ, സൈഡിൽ വെക്കുന്നേ മറ്റേ ഫ്ലേവർ പോകും അല്ലേ? ചമ്മന്തി വിട്ടുള്ള കളിയില്ല. അച്ചാർ തൊട്ടിട്ടില്ല. ഇതൊരുമാതിരി നമ്മുടെ എന്താ പറയാ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ചട്ടിച്ചോറ്, ചട്ടിച്ചോറിന്റെ ഒരു പ്രതീതിയാ വരുന്നത് ആക്ച്വലി. അതെ, ബാലൻസ് ചെയ്യാനായിട്ട് അത് നല്ലതാ. നമ്മളെ സാമ്പാറിന് തൊട്ടിട്ടില്ല കേട്ടാ, സാമ്പാർ വേണ്ടല്ലോ. അത് പൊളിച്ച് ആ മുള്ളൊക്കെ മാറ്റി വെച്ചേക്കടല്ലേ, മുള്ളും കൂടിട്ടോണ്ട് പിടിക്കുന്നു. കണ്ടിട്ട് തന്നെ എന്ത് രസം. അതെ, ആ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിരുന്ന ഈ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ട. പക്ഷെ ആ സത്യം ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല, അറിഞ്ഞില്ല. വീട്ടിലെ ഊണാണെങ്കിൽ ഷാപ്പിലെ ഊണാണെങ്കിൽ കൊള്ളതേ. അതെ, അത് സത്യം, അത് സത്യം. എരിവില്ലെങ്കിൽ പോയി കറിയുടെ എഫക്റ്റ്. നമ്മുടെ വോട്ടർമാൻ ചെയ്തതുപോലെ എല്ലാം കൂടെ കൂട്ടിയൊന്നും പിടിക്കുന്നില്ല. അവസാനം എന്റെ അണ്ടകടാ അടിച്ച് പോകാറ് എന്നെ ഇവിടെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരും എരിവ് കൂടിയിട്ട്. അത് കാരണം ആ പരിപാടിക്ക് ഞാനില്ല. എന്തായാലും സഹിക്കുക, എന്നെ ആശീർവദിക്കുക. ചമ്മന്തി എന്നെ മയക്കി കളഞ്ഞിട്ടാ. അതുപോലെ കക്കാർസി. സബാഷ്, എന്റെ ഡയലോഗ് അല്ല. വാട്ടർമാൻ പരിപാടിയൊക്കെ തീർത്തല്ലേ? വെള്ളം തീർക്കണ്ട, ഇവിടെ കുടിക്കാം. വേറെ മേടിക്കാൻ കുഴപ്പമില്ല, വേദിട്ടേക്കാം. അപ്പൊ എല്ലാം അന്തസ്സോടെ നമ്മൾ തീർത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ മഴയായിരിക്കും ഇനി. സമയം തിരിച്ചു പോയത് കള്ള ഷാപ്പല്ലേ, കരിങ്കോഴിയാണ്. അതെ, ഇതിന്റെ മീറ്റും കറുപ്പാണോ? ഒരു കറുത്ത ഞാൻ കണ്ടല്ലോ, യൂട്യൂബിൽ കണ്ടായിരുന്നല്ലോ. കറുത്ത ഇതെന്ത് ഇതാടാ കായണത്? കുടംപുളിയല്ലേ? പറഞ്ഞു വന്ന് വീണാൻ തീർന്നു. ഭംഗിയായ കാറ്റല്ലേ? അതെ, സത്യം. അതെ, ഇതൊക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതെ, റെസ്റ്റ് എടുത്തിട്ട് പോവാം. മഴ പെയ്താ തേരി. പണ്ട് കഴിക്കുന്നത് അറിയാമോ? എങ്ങനെ
ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. പക്ഷേ നല്ല പണ്ട് ഇത് നമുക്കിങ്ങനെ ചവക്കാൻ പറ്റത്തില്ല. കാരണം പല്ല് മറ്റേ ഒരു മഞ്ഞക്കറയണൊക്കെ ആവും. കുറെ ഉണ്ടോടി ഇതിനകത്ത്. ഈ സാധനം വെറുതെ നമ്മളിങ്ങനെ വായിലിട്ട് ഇങ്ങനെ തുണടക്കുമായിരുന്നു. അതായത് കുരുവാണോ അത്? ഇതിനകത്തൊരു കുരു. ഇത് ചവക്കാൻ പറ്റത്തില്ല. ചവച്ച് കഴിഞ്ഞാൽ പല്ലേ കറടിയും. അതെ. ഞാൻ വെറുതെ ഇത് കഴിക്കത്തില്ലല്ലേ? ഇതിന്റെ തോട് കഴിക്കത്തില്ലല്ലേ? ഇത് നമ്മൾ കുടംപുളി ഉണക്കിയെടുക്കുന്നു. അതെ. പിന്നെ ആരുടെ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണല്ലോ ചോദിക്കും. സത്യമായിട്ട് പറയാം, എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയുണ്ട്. നമുക്ക് ഇവിടെ അന്ന് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അതെ, എല്ലാം കുറച്ച് ഹൈടെക് ആക്കിയല്ലോ. ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. കാരണം ഷാപ്പിൽ വരുമ്പോ നമ്മൾ കിച്ചൺ കാണാതെ പോകുന്നത് മോശമല്ലേ, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. ചിക്കൻ കറിയല്ലേടാ, ചിക്കൻ റോസ്റ്റാ. ഇതാണ് ഗൈസ് നമുക്ക് തന്ന ആ സാധനം അല്ലെ, ഡക്ക് മപ്പാസ് അല്ലെ. ഇതെന്താണ് സംഭവം? എന്ത് മീനായിട്ട്? വാള. ഓ, ആറ്റുവാള അല്ലേ. ഓക്കെ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ ഉണ്ട്. നല്ല ഞണ്ട് റോസ്റ്റ് അല്ലേ. ഞണ്ട് കായലുണ്ടാവോ? കായലുണ്ടാണല്ലേ. ഓക്കെ, കടലല്ല. ഇത് ഇത്രയും സൈസ് വെക്കത്തുള്ളൂ, അതോ വലുതാവും അല്ലേ? അതെ. അപ്പൊ ഈ കാണുന്ന ആറ്റുവാളയാണ്. നല്ല ദശയുള്ള ഒരു ഫിഷാണ്. ഇത് ഇതോട്ടെ തലയോ? വരാലല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന ഗ്രേവി വരാലിന്റെ ആയിരുന്നു. വരാൽ നല്ല ഔഷധമുള്ള ഫിഷാണെന്നല്ലേ പറയുന്നത്, മുറിവൊക്കെ ഉണങ്ങാനായിട്ടൊക്കെ. അതെ. ഇതെന്താണ്? കേരക്കറി അല്ലേ. മായ സാധനമായ അല്ലേ കപ്പ. ഇന്ന് നമ്മള് കപ്പ മേടിച്ചില്ല, ഊണായത് കാരണം. അടുത്ത തവണയാവട്ടെ. ഇതെന്തുവാ? പന്നിയോ? അതെ, പന്നിയൊക്കെ ഇവിടെ ഇവിടുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതാണോ ഇറച്ചി? അതെ അല്ലേ. ആ, പന്നി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പന്നി റബ്ബർ പോലാണെന്നൊക്കെ പറഞ്ഞോളാം അല്ലേ. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമായി നമ്മളിന്ന് മേടിച്ച കക്കയാണ്. ബീഫ് അല്ലേ? കാട ഇറച്ചി. കാട റോസ്റ്റ് അല്ലേ. ഇതൊക്കെ ഷാപ്പിന്റെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ്. സാധനം കൊഞ്ച് റോസ്റ്റ് അല്ലേ. ചെമ്മീനല്ലല്ലോ, കൊഞ്ചല്ലേ. കൊഞ്ച്. ആ, ഞങ്ങൾ ഇങ്ങോട്ട് ചെമ്മീൻ കണ്ടില്ലേ? അല്ല, അതാ ഞങ്ങള് വരുന്ന വഴിയെ വലിയ കൊഞ്ച് സൈഡിൽ ഇഷ്ടം പോലെ വെക്കുന്നുണ്ട്. അതെ അല്ലേ. ചേട്ടാ, ഈ കൊഞ്ച് നല്ല സൈസാണ്. അപ്പൊ എത്ര ഇത്? 1 കിലോയ്ക്ക് എത്ര വരും? 1 കിലോയ്ക്ക് നല്ല സൈസ് ഒക്കെ 700. നമുക്ക് ഇവിടെ ആവുമ്പോൾ എത്ര റേറ്റ് വരും? ഒരു പ്ലേറ്റിന് ഒരു പീസാണോ? അല്ലല്ല, 3-4 കാണും. 4 ഉണ്ടോ? അപ്പൊ എത്ര വരും? 300 രൂപ. അത്രേ ഉള്ളൂ. അവരുടെ കണ്ടോ സംഭവം. 1 കിലോയ്ക്ക് 700 രൂപയാണെങ്കിലും ഇവിടെ കൽപ്പാവാടി ലാഭത്തിലാണ്. അതായത് ഞാനിപ്പോ ചോദിച്ചത് നിങ്ങൾ കേട്ടല്ലോ, ഒരു പീസൊക്കെയാണ് ഞാൻ വലിയ പീസാണ്. നമ്മുടെ കഴിക്കാൻ നിൽക്കുന്നിടത്തുള്ള പീസാണ്. അപ്പോൾ ഒരു പീസേ കിട്ടത്തോളം ഞാൻ വിചാരിച്ചു ഒരു പ്ലേറ്റിന് കണക്ക് പറഞ്ഞു. പക്ഷെ ഒരു പ്ലേറ്റിൽ 3 പീസലാണ്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 300-350 എന്റെ ഇതുപോലെ അല്ലേ. അത്രേ ഉള്ളൂ. 400 രൂപയുടെ നമ്മൾ പോവില്ല. പക്ഷെ കമ്പയർ ടു അതർ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും നല്ല സംഭവം ലാഭമാണ്. നിങ്ങൾ പുറത്തുനിന്ന് സാധനം മേടിച്ച് വീട്ടിലുണ്ടാക്കി വെക്കുമ്പോൾ അതിനേക്കാളും കാശ് പോകും. ചൂടാ ഇത് അതേപോലെ അങ്ങ് വറുത്തെടുക്കൂല്ലേ? അതല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഇത് നമ്മുടെ സ്വന്തം മുതലാളിയാണ്. പാവപ്പെട്ട മനുഷ്യനാണ്, വളരെ സ്നേഹമുള്ള മനുഷ്യനാണ്. ഓ, ഓക്കെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കൊഞ്ച്. നല്ല കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്റെ തലേന്ന് കളത്തില്ലേ? ഗ്രില്ല് ചെയ്യുന്ന പോലെ എടുക്കുമല്ലേ? ഓ, അത് ശരി. ഓക്കെ, ഫ്രൈ ചെയ്യും. ഇതേപോലെ ഫ്രൈ അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ ഇവരുടെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് ഇവരുടെ കിച്ചൺ. പക്ഷെ ഇത് അതിനേക്കാൾ ഒരു ഹൈടെക്, ഒരു സ്റ്റാർ ഹോട്ടലിന്റെ ഒരു കിച്ചൺ ഏരിയയിലേക്ക് വന്ന പോലെ ഒരു ഡെക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ? സംഭവം ഗെറ്റപ്പാക്കി. അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി, കച്ചവടം മെച്ചപ്പെട്ടു. പണ്ട് തന്നെ കച്ചവടം ആയിരുന്നു ഇവിടെ. ഈ ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷാപ്പാണ്. ഇൻഫാക്ട് നമ്മുടെ കുട്ടനാട് ഏരിയയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഷാപ്പുകളിൽ ഒന്നാണ് മിനി കൽപ്പകവാടി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാലോ, ഏഷ്യാനെറ്റ് വരെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടുത്തെ മുതലാളി ആയാലും തൊഴിലാളി ആയാലും എല്ലാവരും അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടന്നത്.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കി ഞാൻ നേരത്തെ പറയാം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികൾക്കായാലും ആർക്കായാലും അവർക്ക് ജോലി ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അത് ഈ ഏത് സ്ഥാപനത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നതാണ്. മുതലാളി ആയാലും കിച്ചണിൽ വന്ന് സെർവ്. അതെ, അപ്പൊ മുതലാളി ആയാലും ആവശ്യം വന്നാലും പുള്ളിയുടെ സ്വയം ഇഷ്ടപ്രകാരം ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് വന്ന് കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് നടത്തും. ഇൻഫാക്ട് വേണമെങ്കിൽ ആൾക്കാർ ഗസ്റ്റിന് വരെ സെർവ് വരെ ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരു സ്ഥാപനം ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം ഇപ്പോഴും ഈ ഇത്രയും കോമ്പറ്റീറ്റീവ് ഫീൽഡിലും ഉയർന്നു തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ യൂട്യൂബ് നോക്കിയാൽ എവിടെ നോക്കിയാലും അറിയാം, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഷാപ്പുകൾ നോക്കിയാൽ മുൻപന്തിയിൽ തന്നെ ഇത് വരും. അതങ്ങനെയാണ് ഇവരുടെ ആ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും ഗസ്റ്റിനെയും ഡീൽ ചെയ്യുന്ന രീതി, പ്രൊഫഷണൽ മാനർ, അതൊക്കെ കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഗുണം, ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കോവിഡ് കാലത്ത് പോലും ഇവർക്കൊക്കെ നല്ല കച്ചവടമായിരുന്നു. ഷാപ്പ് പൂട്ടിയ സമയത്തല്ല, ഷാപ്പ് റീ ഓപ്പൺ ചെയ്തപ്പോൾ ആൾക്കാർ തെരഞ്ഞു പിടിച്ചോടും. ഞങ്ങളും വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഷാപ്പിനെ കുറിച്ച് പറയാം. പിന്നെ കുറച്ചുകൂടെ ഹൈലൈറ്റുകളുണ്ട്. ചെറിയൊരു ബാർ സെറ്റപ്പ് എന്നൊക്കെ ഞാൻ പറയും, ബാറൊന്നല്ലോ, ലൈറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് സെറ്റപ്പ്. ഇത് ഞാൻ അന്ന് വന്നപ്പോ കണ്ടില്ല, ഇവിടെ വന്നില്ലെന്ന് തോന്നുന്നു. എ സി ആക്കി, കാരണം ഇവിടെ നിന്നിട്ടൊരു എ സിയുടെ ഒരു ഫീൽ ആക്ച്വലി വന്നത്. പിന്നെ മണം എന്ന് പറയുമ്പോൾ ഫുള്ളി ആൽക്കഹോളിക് വെതറാണ് ഇവിടെ. ലൈറ്റ് ഒക്കെ ഇവിടെ കുടിക്കാൻ പറ്റത്തില്ല, കുടിക്കാൻ പറ്റില്ല, കൗണ്ടറാണല്ലോ. അപ്പൊ ഇവിടെ നിന്നും കള്ള് കുടിക്കാം, പട്ടി ഇരുന്ന് കുടിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാർ വന്നാൽ പോലും ഇവിടെ അടിയിടി ബഹളങ്ങളൊന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ വന്ന് കുടിച്ചിട്ട് പോകും, നൈസായിട്ട് അവരവരുടെ പ്രൈവസി. അൺഓഫീസിലൊക്കെ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ കറികളും നല്ലതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറിയല്ല, ചമ്മന്തിയാണ്. സത്യം പറഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കിയതല്ല, ചമ്മന്തിക്കാരൻ ഒരു രക്ഷയിലേട്ടോ. ഞാൻ ഇത്തിരി കൂടുതൽ കഴിച്ചു. അതെ, അതാ ഞാൻ സാധാരണ ചമ്മന്തി ഇത്രയും കഴിക്കത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് മോശം എന്ന് പറയാൻ ഒരു മേഖല ഒന്നും ഇല്ല. പിന്നെ മേടിച്ച് കഴിക്കാനോ അത്രയും കറികളുണ്ടായിട്ട് ചമ്മന്തിയാണ് പിന്നെ മേടിച്ചത്. സത്യമാണ്. ഇങ്ങനെ ഒന്നും കൈവിട്ട് കളയലേട്ടാ. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ പ്രധാന ആൾക്കാർ പോയി കളി ചമ്മന്തിയാണല്ലേ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറയില്ല, ആ ആത്മാർത്ഥത വരണമെങ്കിൽ, ആത്മാർത്ഥതയല്ല, കറി നല്ലതാണെങ്കിൽ അതിന്റെ പുറകിലുള്ള ആൾക്കാര്, അവരുടെ മനസ്സ്, അവരുടെ ആത്മാർത്ഥത, ഇതുണ്ടെങ്കിൽ ഒരു കറി നന്നാകുള്ളൂ. അത് ഈ മുഖത്തും ഈ ശരീരത്തിലും എല്ലാതും ഉണ്ട്. എത്ര തവണ ഇവിടെ വന്നിട്ട് അന്ന് പറഞ്ഞ പോയി 8 വർഷമാണെങ്കിലും പുള്ളിക്കാരൻ കൈവിടാതെ വെക്ക്. ദേവന്റെ പ്രായത്തിൽ 12 വർഷം ഇന്ന് കാലൊന്നും നോക്കത്തില്ല, ഇവിടെ നിന്നങ്ങ് അർമാദിക്കല്ലേ ഇവരെല്ലാരും. ദേവന് 14 വർഷമായി. ലൈവ് ആയിട്ട് പിടിച്ച് അത് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളായിട്ട് അതിനകത്ത് കിടക്കുന്നത് കിടക്കുന്നില്ല. വാഗവരല്ലേ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാലും പരിപൂർണമായിട്ട് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം ഭക്ഷണം കൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അങ്ങോട്ട് കയറുന്ന മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് അത്രയും ഒരു സോഷ്യൽ ആൾക്കാരാണ്, സാധാരണക്കാരാണ്. അതാണ് മനസ്സിലായത്. അല്ലെങ്കിൽ കുട്ടനാടുള്ള ആൾക്കാർ, ഈ കർഷകർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സാധുക്കളാണ്. അത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്, അറിയാവുന്നതാണ്. അപ്പൊ അവരെ പറഞ്ഞാൽ ജാടയില്ല. കാശുള്ളവനാണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ജാട കാണിക്കത്തില്ല. എല്ലാവരോടും പരസ്പരം സ്നേഹവും ആ ഒരു രീതിയിലുള്ള ജനങ്ങളാണ് ഈ കുട്ടനാട് ഏരിയയിലുള്ളവർ. അപ്പോൾ ഷാപ്പിലൊക്കെ എന്ന് പറയുന്നത് അവർക്ക് അവർ കച്ചവടമാണ് എല്ലായിടത്തും പറഞ്ഞാലും. പക്ഷെ എന്നിരുന്നാലും പറഞ്ഞാലും അവർ ആ ഒരു സ്നേഹം, അതാണ് ഏറ്റവും നമ്മൾ ആകർഷിക്കുന്നത് അങ്ങോട്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ടും മനസ്സിന് സംതൃപ്തിയോടെയാണ് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കള്ളടിച്ചില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നോക്കുകയാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്കൊരു മനസ്സിനൊരു ഉന്മാദം കിട്ടും. സത്യം ഇത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പോകാം. കാരണം ഇവിടെ ഒന്നും ഒരു തരി പോലും വെള്ളം കയറില്ല. നിങ്ങളിപ്പോ ഇത് കാണുമ്പോ അറിയാം, റോഡൊക്കെ നല്ല പൊക്കി, സൈഡിലൊക്കെ നല്ല കല്ലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്. ഇവിടെ ഒന്നും തരി പോലും വെള്ളം കയറിയിട്ടില്ല. പലരും അങ്ങനെ കുട്ടനാട് വെള്ളം കയറി എന്നുള്ള ധാരണയിൽ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുവാണ് അവരെ സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരുടെയും മനസ്സിലുണ്ട് കുട്ടനാട്ടൊക്കെ ഒന്ന് വരണം, കുട്ടനാട്ടിൽ ഷാപ്പിൽ പോകണം, അവിടെ പോയി ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇപ്പൊ അവര് തന്നെ പറയാം, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഇവിടെ വെള്ളം കയറുക, ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ ദുർഘടമാണ്, പറ്റത്തില്ല എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെ പലരും മിസ്സാവുകയാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു കാര്യം ഇല്ല കേട്ടോ.
നല്ല ഉഗ്രനായിട്ട് നല്ല പൊളപ്പനായിട്ട് ഇവിടെ എല്ലാം വറ്റി വരണ്ട് കിടക്കുവാണ്. ഒരു വെള്ളപ്പൊക്കവും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആവാമെന്ന് കരുതി. വെള്ളമടിക്കല്ല, വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ്. എത്ര ചേച്ചി? 300. ഒന്ന് ഹോൾഡ് ചെയ്ത്. അങ്ങനെ നമ്മുടെ ഡ്രങ്കൻ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതെ, രാവിലത്തെ വാട്ടർമാനുമായിട്ടുള്ള ഫുഡടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഡ്രങ്കൻ ചെയ്ത ഈവനിങ്ങിന് തണ്ണി ഊത്താനായിട്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒത്തിരി കാലമായി നമ്മൾ ഈ ഒരു ബാറിൽ വന്നിട്ട് ആക്ച്വലി ഹോട്ടൽ ബൊനാൻസ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ബാറാണ്. നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാർ കൂടിയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് അകത്ത് കയറിയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം MD പാദങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. കിഷോറിന്റെ അകത്താളുടെ അറ്റൻഡറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. താഴെ സ്റ്റാഫ് ഇല്ല, അതായത് മുകളിൽ ചെറിയ തരത്തിലുള്ള റഷ് ഉള്ളതുകൊണ്ട് മുകളിൽ, അതായത് നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പ് ഫ്ലോറിലാണ്. അപ്പം താഴേന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ മാനേജറിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു അവിടെ സ്റ്റാഫ് കുറവാണ്, നമുക്ക് സെർവ് ചെയ്യാൻ സ്റ്റാഫ് കുറവായതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകാമെന്നൊക്കെ ക്ഷമ ചോദിച്ചോട്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ പെർമിഷൻ എടുത്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മുടെ ആവശ്യമായതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പോടാ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോയ സമാധാനം. ഇനി അതും ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം കോഞ്ഞാട്ടയാണ്. അപ്പൊ എന്തായാലും 2 പേർക്ക് സുപ്രീം, പിന്നെ അത്രയും മതിയല്ലോ അല്ലേ? അതെ, പിന്നെ കപ്പ ഉണ്ടാവും. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞതുപോലെ മൊട്ടത്തലയാണ്, സൂക്ഷിച്ച് വേണം. പണി മാൻഡ്രേക്കാണ്. അതെ അതെ. ഓഹോ, അതെന്ത് പരിപാടിയാണ്? ഒരു കാര്യം ചെയ്യും, താനിതെടുത്തോ, ഞാനെടുത്തോ. തനിക്ക് ഡ്രൈ ആണല്ലോ പേറ്റ് കുറെ കാലമായിട്ട്. തന്റെ ആ ഒഴി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അടുത്തിനകത്ത് ഞാൻ എങ്ങനെ ഒഴിക്കുന്നു. ഇതിൽ നിന്നാണ് തൊട്ട് കളഞ്ഞ്. എനിക്ക് എങ്ങനെ കണ്ടത്? വെള്ളപടിക്ക് മുമ്പ് സാധനങ്ങളൊക്കെ സജ്ജമാക്കി അടുത്ത് തന്നെ വെക്കുകയാണ്. ഇതൊരു സാധനമാണ് കേട്ടോ. കപ്പണ്ടി മാത്രം പെറുക്കുവാണ് ഇതിനകത്ത്. അപ്പൊ നൈസായിട്ട് പഠിച്ചോ. യെസ്, ദ ഫസ്റ്റ് ഇയേഴ്സ് ഈസ് കമ്മിങ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള സത്യം ഉണർത്തിച്ചുകൊണ്ട് ഞങ്ങൾ പണി തുടങ്ങുകയാണ് മക്കളെ. വേണേ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ഐസും കൂടി ഇട്ടിടും. അത് മിൽറ്റേ കുറച്ച് വെള്ളം ആയിക്കോളൂ. വേണോ? തനിക്ക് തണുപ്പ് കൂടുതലേ? ശരിയാണ്. മൊട്ടത്തലേ. ഡ്രാഗൻ ജി, ഒരു ബെഗിലങ്ങ് നിർത്തിയാലോ നമുക്ക്? അതല്ല നല്ലത്, അതാണ് നല്ലത്. കാരണം നമ്മൾ എപ്പോഴും മദ്യപാനം, നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു തീം നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളത് പരിപൂർണ്ണമായിട്ടും അക്സെപ്റ്റ് കൂടെ ചെയ്തതാണ്. നമ്മൾ അതായത് വെള്ളമടി ഇപ്പൊ നമ്മൾ അധികം ഇല്ല, നമ്മൾ ചാനലിലും ഇല്ല. മറ്റൊന്ന് പറഞ്ഞ ചാനലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മൾ വളരെയധികം പരിമിതമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പെഗ് മാത്രം മതി എന്നാണ് ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ പറ്റി ഇപ്പൊ പലർക്കും സത്യസന്ധമായി മനസ്സിലായി കാണും. നമ്മൾ റെസ്പോൺസിബിളായിട്ട് മാത്രമേ കുടിക്കാറുള്ളായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ഞങ്ങൾക്ക് അതല്ല, കുടിയന്മാരായി കഴിഞ്ഞാൽ, അതായത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമായിട്ട് ഒന്ന് നിർത്താൻ പറ്റില്ല. നിങ്ങൾ അടിച്ചിരുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും.
ഞങ്ങളെ സംബന്ധിച്ചോളം കണ്ടില്ല, ഞങ്ങൾ അടിച്ചില്ലേലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ എത്ര ദിവസം ശേഷം അടിക്കുന്നു. നിങ്ങൾ വീഡിയോ കാണുന്ന വീഡിയോക്ക് നേരത്തെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു പെഗ് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ മനസ്സ് കൺട്രോൾഡ് ആണ്. ആ ഒരു കൺട്രോൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾ കുടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക, അല്ലെങ്കിലാണ് മറ്റുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. സോ ഡ്രാഗൺ ജി, നമുക്ക് അടുത്തതും കൂടെ തീർത്താലോ? അത് തീർക്കുകയോ സിപ്പടിക്കോ എന്ത് വേണം ചെയ്തോ താൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് ഇയേഴ്സ് തന്നെ പറഞ്ഞു, this is the first years and this may be and might be the last years of your life. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പറയുകയാണ്, Mr. Dragon, the final cheers of your night. സംഭവം രക്ഷയിലുള്ളൂ, അടിപ്പതാണ്. അതെ, അന്നും അതെ ഇന്നും അതെ. ഡ്രാഗൻ, താങ്കൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ചാനലിന്റെ പോക്കിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് മദ്യപാനം കുറച്ച് മറ്റുള്ള ആക്ടിവിറ്റീസ് കൂട്ടി, നല്ലതല്ലേ? വളരെ നല്ല കാര്യം തന്നെ. ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതെ, ഒരു മദ്യപാനത്തെ നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല, ഒരിക്കലും പോലും ചെയ്തിട്ടില്ല. നമ്മള് കഴിക്കുമ്പോഴും പറയാറുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് കാര്യം അല്ല, പ്രോത്സാഹിപ്പിക്കുക എന്നത് പോട്ടെ, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, നമ്മളെങ്ങനെ എതിർക്കുകയും അതിന്റെ ദോഷവും എങ്ങനെ കുടിക്കുന്നതും കുടിക്കരുത് കുടിക്കാത്ത രീതിയിൽ ആക്കുന്നത് എങ്ങനെയാണോ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിച്ച് കളയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും എക്സസൈസ് ഒക്കെ നമ്മളെ കണ്ണടച്ച് വിട്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അത് ശരി, നമ്മളതിനെ സർക്കാർ നമുക്ക് കേസ് കൊടുക്കുള്ളൂ. രണ്ടോമാര് ഇറങ്ങി ആൾക്കാരെ നന്നാക്കാനായിട്ട്, അവന്റെ പേര് മദ്യപാനി. മദ്യപാനികളെ നേരെയൊക്കെ മദ്യപാനി ഇറങ്ങിയിരുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് മദ്യപാനി ഡ്രങ്കർ. എന്തായിരുന്നാലും സംഭവം ഓക്കെയാണ്. നേരെ പോട്ടല്ലേ? ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പുതിയൊരു ബ്രാൻഡുമായി പുതിയൊരു സിനിമയുമായി MD and Dragon will be joining us. So എല്ലാവർക്കും good night and cheers y'all. See you in the next video.